ഇപ്പോൾ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് വാർത്താ സമ്മേളനം നടത്തുന്നു. അതിലേക്ക് ലോകത്തെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ ഇന്നത്തെ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. നോട്ടച്ചടിക്കാം എന്ന് വെച്ചാൽ ആ രാജ്യങ്ങളിലെ കേന്ദ്ര സർക്കാരുകൾക്ക് ആവശ്യമായ പണം നേരിട്ട് വായ്പ നൽകാം എന്ന് അമേരിക്കൻ ഫെഡറൽ റിസർവ്, യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകൾ ഇങ്ങനെ ഓരോന്നും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റിസർവ് ബാങ്ക് ഇക്കാര്യത്തെക്കുറിച്ചൊരു അക്ഷരം പറയാൻ തയ്യാറായിട്ടില്ല. 1992-93 കാലത്തൊക്കെ അതുവരെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും നേരിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ കൊടുക്കുമായിരുന്നു. രംഗരാജൻ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നപ്പോഴാണ് ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വായ്പ മോണിറ്റൈസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നിർത്തലാക്കിയത്. ശ്രീ രംഗരാജൻ തന്നെ ഇന്നലെ പ്രസ്താവിച്ചിട്ടുണ്ട്, ഇന്നത്തേത് അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ്, അസാധാരണ സാഹചര്യങ്ങൾ, അസാധാരണ ഉത്തരങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വായ്പയിൽ ഒരു പങ്ക് മോണിറ്റൈസ് ചെയ്യാതെ നിർവാഹമില്ല എന്ന് അദ്ദേഹം മാത്രമല്ല, അഭിജിത് ബാനർജി, അമർത്യ സെൻ, ജഗരാജ് രാജൻ ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ റിസർവ് ബാങ്കിന് ഇപ്പോഴും ഇക്കാര്യത്തിൽ മൗനമാണ്. ഇത് വലിയൊരു വീഴ്ചയായിട്ടാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തേത്, സംസ്ഥാനങ്ങൾക്ക് വലിയ നേട്ടമായിട്ട് കാണിച്ചിട്ടുള്ളത് 60% പണം കൂടുതൽ ലഭ്യമാക്കുമെന്നാണ്. എന്തിന്റെ 60%? 60% വലിയൊരു തുകയാണ്. പക്ഷേ എന്തിന്റെ 60% എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം. അങ്ങനെ നോക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ വെയ്സ് ആൻഡ് മീൻസിന്റെ 60%. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വെയ്സ് ആൻഡ് മീൻസ് 1215 കോടി രൂപയാണ്. പക്ഷെ എപ്പോ വേണമെങ്കിലും 1215 കോടി രൂപ സർക്കാരിന് എടുക്കാം. 1215 കോടി കഴിഞ്ഞാൽ അപ്പോഴാണ് സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിൽ പോകാന്ന് പറയുന്നത്. ഓവർ ഡ്രാഫ്റ്റും 1215 കോടി രൂപയുണ്ട്, വെയ്സ് ആൻഡ് മീൻസ് തുല്യമായിട്ടുള്ളത്. പക്ഷെ അത് 21 ദിവസത്തിനുള്ളിൽ പണം തിരിച്ചടക്കണം. നേരത്തെ 14 ആയിരുന്നു, ഇപ്പൊ 21 ആക്കി. അല്ലെങ്കിൽ ട്രഷറി പൂട്ടും. അപ്പോഴാണ് ഈ ട്രഷറി പൂട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ 60% വർധനമാണ്. എന്ന് വെച്ചാൽ കേരളത്തിന് 1458 കോടി രൂപ അധിക വായ്പ ലഭിക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും. താൽക്കാലികമായിട്ട് 21 ദിവസത്തേക്ക്. ഇത് തന്നെ ഇപ്പൊ നമ്മള് അന്നങ്ങോട്ട് വേഗം വന്നാൽ ശരി 1450 കിട്ടുമല്ലോ, അത് മുഴുവൻ എടുക്കാൻ തീരുമാനിച്ചാൽ സെപ്റ്റംബർ 30 വരെയേ ഉള്ളൂ. അത് സെപ്റ്റംബർ 30 കൊടുക്കുകയും വേണം. ഇതൊക്കെ എന്തോന്ന് കാര്യം? സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്, കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഇന്നത്തെ അസാധാരണ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി 3% നിന്ന് 5% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് ഒരു 18,000 കോടി രൂപ കൂടുതൽ വായ്പ എടുക്കാൻ അനുവാദം വേണമെന്നുള്ളതാണ്. അപ്പോഴാണ് 1415 കോടി രൂപ അതും 3 മാസത്തേക്ക് എടുക്കാം, അത് വലിയ നേട്ടമായിട്ട് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇതെന്താണ് ഈ നാടിന് ഇന്നത്തെ പ്രതിസന്ധി, അതിന്റെ വലിപ്പം എത്ര എന്നത് തിരിച്ചറിയാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോ റേറ്റ് 4.4% കുറച്ചു. 75% പോയിന്റ് കുറച്ചത് കഴിഞ്ഞ പ്രഖ്യാപനത്തിൽ. ഈ 2019 ശേഷം ഏതാണ്ട് 135 ബേസിസ് പോയിന്റ് കുറച്ചിട്ടുണ്ട്. പക്ഷെ ഫലം എന്താണ്? ഇത്രയും കുറച്ചിട്ടതൊന്നും നാട്ടിലെ പലിശ നിരക്ക് കുറയുന്നില്ല. അപ്പൊ അതിന് പല കാരണങ്ങളാ പറയണേ. ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു 28 ദിവസത്തേക്ക് പരമാവധി അത്യാവശ്യം അവരുടെ ബോണ്ട് കൊണ്ടുവച്ചാൽ റിസർവ് ബാങ്കിൽ നിന്ന് പൈസ കൊടുക്കുന്ന വായ്പ. പക്ഷെ 28 ദിവസത്തേക്കേ ഉള്ളൂ.
അപ്പോൾ ബാങ്കുകാർ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത് എന്നുള്ളതാണ്. സത്യതൊന്നുമല്ല. ബാങ്കുകൾക്ക് ഭയങ്കര പേടിയായിരിക്കുകയാണ്. ഇതെന്തൊക്കെയാണ് നടക്കാൻ പോണത്, ഏതൊക്കെ കമ്പനികൾ ഇനി ഡിഫോൾട്ട് ചെയ്യും, അങ്ങനെ ഡിഫോൾട്ട് ചെയ്യുമ്പോൾ തങ്ങളുടെ പണമില്ലാത്ത അവസ്ഥയുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് റിസർവ് ബാങ്ക് പലത് ചെയ്തിട്ടും ഇവർ പലിശയും കുറക്കുന്നില്ല. പലിശ കൂട്ടുന്നത് ആൾക്കാരും മേടിക്കാതിരിക്കാനാ. അപ്പോൾ അവർ മിടുക്കന്മാരാണ്, കൈ പൈസ കൊണ്ടിരിക്കുക. കേരള സർക്കാർ വായ്പ എടുക്കാൻ പോയപ്പോൾ 9% പറഞ്ഞു. 500 1000 മേടിച്ചവർക്കൊക്കെ 7-8% കൊടുത്തു. എന്നാൽ നമുക്കത് പോരാ, 6000 കോടി വേണം. അതുകൊണ്ട് ചെന്നപ്പോൾ അതിന് 9%. ഇപ്പൊ റിസർവ് ബാങ്ക് നമ്മളോട് അനൗപചാരികം പറയുന്നത് നിങ്ങളിങ്ങനെ ഒരുമിച്ചെടുക്കരുത്. എന്ത് ചെയ്യാൻ, നാട്ടിൽ ഒരുമിച്ചല്ലേ പൈസ കൊടുക്കേണ്ടത്, ഏതെങ്കിലും കാലത്ത് കൊടുത്താൽ മതിയോ? അപ്പൊ റിസർവ് ബാങ്ക് ബാങ്കുകളെ സന്നദ്ധമാക്കാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ് ടാർഗറ്റ് ലോങ് ടേം റിപ്പോ ഓപ്പറേഷൻസ്. റിപ്പോ ഓപ്പറേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 28 ദിവസത്തെയാണെങ്കിൽ ഇത് 1 മുതൽ 3 വർഷം വരെ ലോങ് ടൈം ഈ പറഞ്ഞ റിപ്പോ റേറ്റിന് 4.4% വായ്പ ബാങ്കുകൾക്ക് ലഭ്യമാകും. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് കൂടുതൽ വായ്പ ചുരുങ്ങിയ പലിശയ്ക്ക് ലഭ്യമാകും എന്നാണ് റിസർവ് ബാങ്ക് കരുതുന്നത്. അത് ഇതിൽ ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻസ് അതിൽ 50,000 കോടി രൂപ ഇങ്ങനെ ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് NBFC സ്ഥാപനങ്ങൾക്കാണ് ലഭ്യമാക്കാൻ, നല്ല കാര്യം, അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നബാർഡിന്, സിഡ്ബിക്ക്, നാഷണൽ ഹൗസിംഗ് ബാങ്കിന് ഇവർക്ക് കൂടുതൽ റീഫിനാൻസ് ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല കാര്യം. കേരള സർക്കാർ നബാർഡിനോട് മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടുണ്ട്, കൂടുതൽ പണത്തിന് വേണ്ടി ആ വായ്പ അനുവദിക്കണം. സിഡ്ബി KFCക്ക് കൂടുതൽ വായ്പ അനുവദിക്കണം. KFC അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വലിയ പാക്കേജ് തയ്യാറാക്കുകയാണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് കേരളത്തിലെ ലൈഫ് മിഷന് പണം അനുവദിക്കാൻ തയ്യാറാവണം. കൂടുതൽ പണം ഇവർക്ക് ലഭ്യമാക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഭാരതം രാഷ്ട്രം റിസർവ് ബാങ്ക് ഗവർണറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങളെയും കുറിച്ചും പരിപൂർണ്ണ നിശബ്ദതയാണ്. ഇതിന് പ്രതികരണം തന്നേ തീരും. റിസർവ് ബാങ്ക് ഗവർണർ തരുന്നില്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രി തരണം. 1, കാർഷിക കടങ്ങൾ എഴുതിത്തുള്ളൂ. ഇന്ന് കാർഷിക മേഖലയിലും സ്തംഭനമാണ്. റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞ പോലെ എല്ലാ കൊയ്ത്തും വിതയും ഒക്കെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, കേരളത്തിലെ കാർഷിക മേഖലയിൽ എന്തെങ്കിലും പണി കഴിഞ്ഞ 1 മാസക്കാലത്തിന് നടന്നിട്ടുണ്ട്. കൊയ്ത്ത് തന്നെ നമ്മൾ എത്ര പ്രയാസപ്പെട്ടാണ്, അതും കേന്ദ്രീകൃതമായ കൊയ്ത്ത് പ്രദേശങ്ങളിൽ മാത്രം നടത്തിയത്. അപ്പൊ കാർഷിക കടങ്ങൾ എഴുതി തള്ളണം, അത് അല്ലെങ്കിൽ മൊറട്ടോറിയം കൽപ്പിക്കണം. അതുണ്ടോ? 2, ഇപ്പോ എല്ലാവർക്കും 3 മാസത്തെ മൊറട്ടോറിയം ഉണ്ട്. അത് തന്നെ എന്താ അസംബന്ധമാണ്? 3 മാസം മൊറട്ടോറിയം കൊടുക്കും, പക്ഷെ 4-ാം മാസം 3 മാസത്തെയും പലിശ കൊടുക്കണമെന്നാണ്, അല്ലെങ്കിൽ അത് മുതലിൽ ചേർക്കുമെന്നാണ് വായ്പ. ഇത് മിനിമം അതെങ്കിലും നീക്കണ്ടേ? എല്ലാവരും പറയുന്ന കാര്യമല്ലേ. ഇപ്പൊ കേരള സർക്കാർ ആവശ്യപ്പെടുന്നത് ഈ മൊറട്ടോറിയം 1 വർഷത്തേക്ക് നീട്ടണമെന്നുള്ളതാണ്. 1 വർഷത്തേക്ക് അപ്പോ മൊറട്ടോറിയം 1 വർഷത്തേക്ക് നീട്ടണമെന്നുള്ളതാണ്. 3ാമത്തേത് ഈ ചെറുകിട സംരംഭങ്ങൾ, നമ്മുടെ കടക്കാർ വരും, കച്ചവടക്കാരിപ്പോൾ ഇനിയിപ്പോൾ ഒരു 20-ാം തീയതി കഴിഞ്ഞിട്ട് അവരുടെ കട എവിടെയായിരുന്നു തുറന്നു നോക്കാൻ കേരള സർക്കാർ കൊടുക്കും എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താ ബാക്കിയുണ്ടാവുക? ഇപ്പൊ പലചരക്ക് കടകൾ, അവിടെ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വല്ലതും ഉപയോഗിക്കാൻ പറ്റുമോ? എന്റെ ലോട്ടറി കച്ചവടക്കാർ വിളിച്ചു പറഞ്ഞ മുഴുവനും എലി നിന്നിട്ടുണ്ടാവുന്നതാണ് ഈ ലോട്ടറി ടിക്കറ്റ് മുഴുവനും. ഇതുപോലെയാണ് എന്തൊക്കെ സംഭവിക്കും തുറക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇത് തുറന്നിരിക്കണമെങ്കിൽ അവർക്ക് പണം വേണ്ടേ? ഈ നോട്ട് നിരോധനം കഴിഞ്ഞപ്പോൾ എത്ര ചെറുകിട സ്ഥാപനങ്ങളാണ് ഇന്ത്യ തകർന്നത്? പിന്നെ തുറന്നോ പലതും? അതുകൊണ്ടല്ലേ ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യം വന്നത്.
കാരണം തുറക്കണമെന്നുണ്ടെങ്കിലേ പണം വേണം. ഇപ്പോ കയറ് അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പുണ്ടാക്കിയതെല്ലാം അവിടെ കെട്ടിവെച്ചിരിക്കുക. ഇനി ഒരു മാസം കഴിഞ്ഞെടുക്കാൻ ചെല്ലുമ്പോൾ അതിന്റെ നിറം എന്തായിരിക്കും? അത് വിൽക്കാൻ പറ്റും. പാതി റോസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുക. അല്ലെങ്കിൽ കയറ് മേടിച്ച ചകിരി എല്ലായിടത്തും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ ചകിരി ബ്രൗൺ ചകിരിയായി പോവില്ലേ? അടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? പിരിച്ചു വെച്ച കയറ് ഇത് കഴിഞ്ഞിട്ട് ഇഞ്ഞെടുത്തിട്ട് ഇനി പായ നെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇതൊക്കെ തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇവർക്ക് പാക്കേജ് വേണമെന്ന്. നിലവിലുള്ളവരുടെ വായ്പ റീസ്ട്രക്ചർ ചെയ്യണം, നീട്ടിക്കൊടുക്കണം. എന്തെങ്കിലും ഒരു അക്ഷരത്തിനെ കുറിച്ച് പറയാനുണ്ട്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവർക്ക് എന്താ പാക്കേജ് ഇല്ലാത്തത്? ആ റിസർവ് ബാങ്ക് ചെയ്യേണ്ടതല്ല. ഞാൻ അതുകൊണ്ട് റിസർവ് ബാങ്കിനോട് പറയുന്നത്, നിങ്ങൾ അവരുടെ വായ്പ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം പ്രഖ്യാപിക്കണ്ടേ? കേന്ദ്ര സർക്കാരിന് കോർപ്പറേറ്റുകൾക്ക് അവൻ നികുതി ഇളവ് നൽകുന്നതിന് വേണ്ടിയിട്ട് എത്ര ചുരുങ്ങിയ സമയം, എത്ര മണിക്കൂർ എടുത്ത് 1.25 ലക്ഷം കോടി രൂപ ഇളവ് കൊടുക്കാനായിട്ട്? അത്രയും വരില്ലല്ലോ എന്ന് നമ്മുടെ കൃഷിക്കാരുടെ എഴുതി തള്ളാനായിട്ട്. അതിനൊക്കെ എത്രയോ കുറവ് വരും ഇവരുടെ വായ്പയുടെ പലിശ എടുത്ത് കളയും. ഒരു 10-20% ഇന്ന് നിലവിലുള്ള വായ്പയുടെ അധിക പണം ബാങ്കുകൾ നൽകണമെന്ന് പറയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് യഥാർത്ഥ ധാരണയിൽ പൂർണ്ണ നീതി പുലർത്താത്ത ഒന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഒരു തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന് ഈ പുതിയ 60% കിട്ടുന്നത് 729 കോടി രൂപ മാത്രമാണ്. 729 കോടി രൂപ കേട്ടോ. ഞാൻ 1458 എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. 729 കോടി രൂപയാണ് ധൃതി പിടിച്ച് കൂട്ടിയപ്പോൾ. ചെറുകിട സംരംഭങ്ങളുടെ വായ്പ അത് റീസ്ട്രക്ചർ ചെയ്യാൻ കേന്ദ്ര സർക്കാരല്ല, RBI പ്രഖ്യാപിക്കുന്നു. അവർ ബാങ്കിന് കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് ആണ്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ചിലത് പറഞ്ഞല്ലോ, നിങ്ങൾ മൊറട്ടോറിയം പീരീഡ് NBA ആവാൻ പാടില്ല, ക്ലാസിഫൈ ചെയ്യുന്നതിന് വൈകണം. ഞാൻ പറയുന്നതിന് ഇപ്പോഴല്ല, ഒരു വർഷത്തേക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ കിട്ടിയ വായ്പയേക്കാൾ. സംസ്ഥാനം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടവേ ഇപ്പോൾ RBI പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജ് അപര്യാപ്തമാണ് എന്നാണ് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഒട്ടേറെ ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.